ടി പത്മനാഭന്റെ ചെറുകഥ വൃദ്ധൻ. ഉച്ച കഴിഞ്ഞപ്പോൾ വൃദ്ധൻ തന്റെ മുറിയിൽ കായലിലേക്ക് നോക്കിയിരുന്നു. സാധാരണയായി ആ സമയത്ത് അയാൾ മയങ്ങാറായിരുന്നു പതിവ്. പക്ഷേ ഇന്നെന്തോ അയാൾക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. വല്ലാത്ത ഒരു അസ്വാസ്ഥ്യം അയാളിൽ പതഞ്ഞു പൊങ്ങുന്നുണ്ടായിരുന്നു. അയാൾ കായലിലേക്കും കടലും കായലും സന്ധിക്കുന്ന അഴിയിലേക്കും അഴിയുടെ അടുത്തായി കായലിന്റെ ഇടത്തെ കരയിലുള്ള കൂറ്റൻ ഷെഡിലേക്കും നോക്കി ചിന്താധീനനായിരുന്നു. കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഷെഡുകളിലൊന്നിൽ ഒരു തൊഴിലാളിയായിട്ടായിരുന്നു വൃദ്ധൻ ജീവിതം ആരംഭിച്ചത്. മക്കൾ ഇഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിലും അയാൾ ഇടയ്ക്കിടെ അവരെ അത് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. അവരുടെ അമ്മയെയും ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. അയാളുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെടുന്ന മറ്റുള്ളവരോടും ചില പ്രത്യേക നിമിഷങ്ങളിൽ പറയാറുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ എപ്പോഴും അയാളിൽ അഭിമാനവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കാറുണ്ടായിരുന്നു. വൃദ്ധൻ ഈയിടെയായി പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല. അയാളുടെ ലോകം ആ വലിയ വീടിന്റെ താഴത്തെ നിലയുടെ പിന്നിലുള്ള ഒരു മുറിയിൽ ഒതുങ്ങി നിന്നു. ആരുടെ ഇടപെടലുമില്ലാതെ അയാൾ അവിടെ ദിവസങ്ങൾ തള്ളി നീക്കി. ആദ്യം അയാൾ ആ വീട്ടിൽ ഉപയോഗിച്ചിരുന്നത് മുകളിലത്തെ നിലയിൽ റോഡിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഏറ്റവും വലിയ മുറിയായിരുന്നു. ആ മുറിയോട് അയാൾക്കൊരു പ്രത്യേക മമതയുണ്ടായിരുന്നു. വീട് നിർമ്മിക്കുന്ന കാലത്ത് അയാൾ പണക്കാരനായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ തനിക്ക് വേണ്ടി അന്ന് പ്രത്യേകിച്ച് പറഞ്ഞെടുപ്പിച്ച മുറിയായിരുന്നു അത്. അവിടെ നിന്ന് നോക്കിയാൽ നഗരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ കാണാമായിരുന്നു. വീട് പിന്നീട് വശങ്ങളിലേക്കും പിറകിലേക്കുമൊക്കെ വളർന്നു. വളരാൻ മാത്രം തൊടിയിൽ സ്ഥലവും ഉണ്ടായിരുന്നു. എങ്കിലും അപ്പോഴും അയാൾ മുകളിലത്തെ തന്റെ മുറിയിൽ നിന്ന് മാറിയില്ല. മക്കളൊക്കെ കൂടുതൽ വലിയ മുറികളിലേക്ക് മാറിയപ്പോഴും അയാൾ അവിടെ തന്നെ കൂടി. അയാൾക്കതായിരുന്നു ഇഷ്ടം. അവിടെ ഇരുന്നു കൊണ്ട് അയാൾ നഗരത്തിലെ തന്റെ കച്ചവട സ്ഥാപനങ്ങളുടെയും സിനിമാ തിയേറ്ററിന്റെയും ഹോട്ടലിന്റെയും ഒക്കെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. പിന്നീട് എപ്പോഴോ അയാൾക്ക് ആ മുറിയിൽ നിന്ന് മാറേണ്ടി വന്നു. എപ്പോഴായിരുന്നു അത്? ആദ്യത്തെ ഹാർട്ട് അറ്റാക്കിന് ശേഷം. ആരോഗ്യമില്ലാത്ത നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത്? ഇനി കുറെ ഇവർ തന്നെ ചെയ്യട്ടെ അല്ലേ? നിങ്ങൾക്ക് വിശ്രമിച്ചുകൂടെ എന്ന് പറഞ്ഞ് ഭാര്യ നിർബന്ധപൂർവമായി തന്നെ മാനേജ്മെന്റ് മുഴുവൻ മക്കളിലേക്ക് കൈമാറ്റിയപ്പോഴോ? അവർ കൊണ്ടുവന്ന കടലാസുകളൊക്കെ ഒപ്പിട്ട് കൊടുത്തപ്പോഴോ? ആദ്യം മുകളിൽ തന്നെയുള്ള മറ്റൊരു മുറിയിലേക്കായിരുന്നു മാറിയത്. അതാണ് കൂടുതൽ സൗകര്യമുള്ളതെന്ന് ഭാര്യയും മക്കളും പറഞ്ഞു. പിന്നീട് താഴത്തേക്ക് കൊണ്ടുവന്നു. അന്ന് ഈ മുറിയിലേക്കായിരുന്നില്ല. ഈ മുറി പിന്നീട് വീടിന്റെ ഒരു ഭാഗമായി മക്കൾ എടുപ്പിച്ചതായിരുന്നു. ആദ്യം അയാൾ ചെറുത്തു നോക്കിയിരുന്നു. വയ്യ, ഇങ്ങനെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് എനിക്ക് വയ്യ. പക്ഷേ അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകില്ലെന്ന് അയാൾക്ക് വേഗം മനസ്സിലായി. അയാൾ അവിടെ ഏകനായിരുന്നു. അയാൾക്ക് വേണ്ടി പറയാൻ അയാളുടെ ഭാര്യ പോലും ഉണ്ടായിരുന്നില്ല. അയാളുടെ മക്കളുടെ കുട്ടികൾക്ക് അയാളെ ഇഷ്ടമായിരുന്നുവെങ്കിലും അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. പുതിയ മുറിയിലേക്ക് മാറിയപ്പോൾ അയാൾ തന്നോട് തന്നെ ചോദിച്ചിരുന്നു, ഇനി ഇവിടെ നിന്ന് എവിടത്തേക്കായിരിക്കും? പടിഞ്ഞാറെ മുറ്റത്തേക്കോ അതല്ല കായലിലേക്കോ? ഒരു തമാശ പോലെയാണ് അയാൾ അങ്ങനെ ചോദിച്ചതെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു തമാശയേ അല്ലായിരുന്നു. ഓരോ തവണ മുറി മാറുമ്പോഴും മൂത്ത മകൻ അയാളോട് പറഞ്ഞു, അച്ഛന് ഇതാണ് നല്ലത്, അച്ഛന്റെ ആരോഗ്യത്തിന്. ഭാര്യയും പറഞ്ഞു, നിങ്ങൾക്ക് ഇതാണ് നല്ലത്. ആൾക്കാർ വന്ന് വെറുതെ വർത്തമാനം പറഞ്ഞ് നിങ്ങളെ ശല്യപ്പെടുത്തിയില്ലല്ലോ, അതുകൊണ്ട്. ആളുകളിൽ നിന്ന് തന്നെ പൂർണ്ണമായും അകറ്റി ഒരു തടവുകാരനാക്കുകയാണ് ചെയ്യുന്നതെന്ന് അയാൾ അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരിക്കൽ മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ കണ്ണു വെട്ടിച്ച് വക്കീലിനെ പോയി കണ്ടത്. വക്കീൽ അയാളുടെ നിയമോപദേഷ്ടാവ് എന്നതിലുപരി ഒരു സ്നേഹിതൻ കൂടി ആയിരുന്നു. ദീർഘകാലത്തെ ബന്ധമുള്ള ആൾ. ഉയരങ്ങളിലേക്കുള്ള അയാളുടെ യാത്ര ആദ്യം മുതൽക്കേ അടുത്തു നിന്ന് കാണുവാൻ ഇടവന്നിട്ടുള്ള ആൾ. വക്കീൽ അയാളുടെ പരാതികളൊക്കെ കേട്ടുനിന്ന ശേഷം ചോദിച്ചു, എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അതുകൊണ്ട് എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അയാൾ അപ്പോൾ പതുക്കെ പറഞ്ഞു, ഒരു കേസ്. വക്കീൽ അയാളെ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. കേസോ? ആർക്കെതിരായി? അയാൾ ഒന്നും പറയാതെ നിന്നു. വക്കീൽ പറഞ്ഞു,
കേസ് കൊടുക്കാം. നിങ്ങൾ ജയിച്ചുവെന്നും വരും. ഹോട്ടലും സിനിമാ തിയേറ്ററും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് തെളിയിക്കാൻ വലിയ വിഷമം ഉണ്ടാവില്ല. ആളുകൾക്കൊക്കെ അറിവുള്ള കാര്യമാണ്, രേഖകളുമുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ജയിച്ചാലും നിങ്ങൾ എന്താണ് നേടുക എന്നാണ്. ഭാര്യയെയും മക്കളെയും തോൽപ്പിച്ചു എന്ന സമാധാനമോ? അതുകൊണ്ട് എന്താണ് പ്രയോജനം? പിന്നെ വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ മക്കളല്ലേ, അനുഭവിക്കേണ്ടതും അവരല്ലേ. അപ്പോൾ പിന്നെ ജീവിച്ചിരിക്കെ തന്നെ അവരെയല്ലേ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത്. പറയൂ, അല്ലേ? അയാളൊന്നും പറയാതെ നിന്നു. തെറ്റോ ശരിയോ എന്തോ വക്കീൽ തന്റെ ഭാഗത്തല്ല എന്ന് അയാൾക്ക് അപ്പോൾ തോന്നി. വക്കീൽ വീണ്ടും പറഞ്ഞു, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മക്കൾ ഭംഗിയായി നോക്കുന്നില്ലേ? അയാളൊന്നും പറഞ്ഞില്ല. അയാളും അപ്പോൾ ആലോചിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കുന്നില്ലേ? ആരെങ്കിലും അറിയാതെ ആ മുറിയിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. എങ്കിലും എന്തൊക്കെയായിരിക്കും കാണുക? കാർപ്പറ്റ് വിരിച്ച വളരെ വിശാലമായ AC മുറി, മികച്ച ഫർണിച്ചർ, ടെലിവിഷൻ, ഫ്രിഡ്ജ്, ടെലിഫോൺ, പിന്നെ ഒന്നാന്തരം മാർബിൾ പതിപ്പിച്ച കുളിമുറിയും. പക്ഷേ അയാൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ AC യോ ഫ്രിഡ്ജോ TV യോ ഒന്നും ഒരിക്കലും ഉപയോഗിച്ചതുമില്ല. അയാളോട് ആരും, അയാളുടെ ഭാര്യയോ മക്കളോ എപ്പോഴെങ്കിലും അവിടെ വരുന്ന വേലക്കാരോ എന്തേ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചതുമില്ല. എങ്കിലും ടെലിഫോൺ ഉപയോഗിക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, അയാളുടെ മുറിയിലെ ടെലിഫോൺ ഒരിക്കലും പ്രവർത്തിച്ചിരുന്നില്ല. മൂത്ത മകനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിയാക്കാൻ. പക്ഷേ അവരൊരിക്കലും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ എന്തിനാണ് ഇപ്പോൾ ടെലിഫോൺ? വെറുതെ ആളുകളോട് സംസാരിച്ച് ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കാനോ? പിന്നെ ഡോക്ടർ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമല്ലോ എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. ഡോക്ടർ? പഴയ ഡോക്ടറല്ല, പുതിയ ചെറുപ്പക്കാരനായ വലിയ ഡിഗ്രികളൊക്കെയുള്ള ഡോക്ടർ. അയാൾ എന്താണ് പറഞ്ഞത്? വൃദ്ധൻ വേദനയോടെ ഓർത്തു. എന്താണ്? വക്കീൽ പറഞ്ഞു. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. വൃദ്ധൻ ദുഃഖത്തോടെ പറഞ്ഞു. ഞാൻ എന്തു പറയാനാണ്? അല്പനേരത്തെ മൗനത്തിന് ശേഷം തന്നോടെന്ന പോലെ അയാൾ തുടർന്നു. എനിക്കൊന്നും വേണ്ട, അവരുടെ AC യോ TV യോ ഫ്രിഡ്ജോ ഒന്നും. പക്ഷേ എനിക്ക് എപ്പോഴും ആളുകളെ കാണണം. വീട്ടിൽ വരുന്നവരെയും ഹോട്ടലിൽ വരുന്നവരെയും സിനിമാ തിയേറ്ററിൽ വരുന്നവരെയോ എൻ്റെ ഷോപ്പുകളിൽ വരുന്നവരെയും ഒക്കെ. അവരുടെ സന്തോഷം നിറഞ്ഞ മുഖങ്ങൾ. പിന്നെ എൻ്റെ ഭാര്യയെയും മക്കളെയും കാണണം. മക്കളുടെ മക്കളെയും കാണണം. ഇതിനൊക്കെ പുറമെ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കൂടെ പണിയെടുത്തിരുന്ന എൻ്റെ ചങ്ങാതിമാരെയും കാണണം. അവരുമായി ഓരോന്ന് സംസാരിച്ച്, പിന്നെ കഴിയുന്ന സഹായങ്ങൾ അവർക്കൊക്കെ ചെയ്ത്, തീരെ സുഖമില്ലാത്ത ഒരുവനെ ആശുപത്രിയിലാക്കാനോ, ആരുടെയെങ്കിലും മിടുക്കനായ ഒരു കുട്ടിയെ കോളേജിൽ അയക്കാനോ, ഒരു മകളുടെ കല്യാണം നടത്തി കൊടുക്കാനോ, വീഴാൻ പോകുന്ന ഒരു വീട് ശരിയാക്കി കൊടുക്കാനോ, അങ്ങനെയൊക്കെ ചെയ്ത്. അല്ലാതെ എനിക്കായി വേറെയൊന്നും. വക്കീൽ എല്ലാം കേട്ടുനിന്നു. പക്ഷെ അയാൾ ഒന്നും പറയുകയുണ്ടായില്ല. വൃദ്ധൻ അപ്പോൾ കരയുന്നത് പോലെ വീണ്ടും പറഞ്ഞു. ഈ സ്വത്തൊക്കെ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് നിങ്ങളും അറിയുന്നതാണല്ലോ. ഞാൻ ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ല, കളവും ചെയ്തിട്ടില്ല. എൻ്റെ വഴി എപ്പോഴും സത്യത്തിൻ്റെത് തന്നെയായിരുന്നു. പക്ഷേ ഇവർ എൻ്റെ മക്കൾ. ഇപ്പോൾ ഇല്ല ഇല്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വക്കീൽ അപ്പോൾ പറഞ്ഞു. നിങ്ങൾ അതൊന്നും എന്നോട് പറയേണ്ടുന്ന ആവശ്യമില്ലല്ലോ. ഞാനതൊക്കെ നല്ലതുപോലെ അറിയുന്നതാണല്ലോ. എങ്കിലും കാലം മാറുന്നതും നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഹോട്ടൽ തുടങ്ങിയപ്പോൾ ഇത് ചെറിയൊരു പട്ടണമായിരുന്നു. അന്ന് ആളുകൾ നിങ്ങളുടെ ഹോട്ടലിലെ ദോശയും ഇഡലിയും പൂരിയും ഒക്കെ കൊണ്ട് തൃപ്തിപ്പെട്ടു. പക്ഷേ ഇന്ന് അതാണോ സ്ഥിതി? ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്തുനിന്ന് ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നു. അവർക്ക് നമ്മൾ മാംസവും മദ്യവും അടങ്ങിയ ഭക്ഷണം കൊടുക്കേണ്ടേ? അതല്ലേ മര്യാദ? പിന്നെ ബാർ. നിങ്ങൾ ബാർ തുടങ്ങിയില്ല, മക്കൾ ബാർ തുടങ്ങി. അതും വലിയ കുറ്റമായി കാണാൻ കഴിയുമോ? ഇന്ന് ബാറില്ലാതെ ഒരു ഹോട്ടൽ? വൃദ്ധൻ സങ്കടത്തോടെ തലയാട്ടി. ഇല്ല ഇല്ല ഇല്ല. കായലിലെ വെട്ടിത്തിളങ്ങുന്ന കൊച്ചോളങ്ങളിലേക്കും ആഴിയുടെ കരയിലെ വലിയ ഷെഡിലേക്കും നോക്കി വൃദ്ധൻ വെറുതെ ഇരുന്നു. അയാളുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നത് അയാളുടെ ഹോട്ടലായിരുന്നു. ഹോട്ടൽ എന്നും അയാളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമായിരുന്നു. കൊല്ലങ്ങൾക്ക് മുമ്പ് കയ്യിൽ 4 കാശ് വന്നപ്പോൾ പട്ടണത്തിന്റെ ഒരു മൂലയിൽ കുറെ ചതുപ്പ് നിലം സഹായ വിലയ്ക്ക് വാങ്ങിയതും പിന്നീട് പതുക്കെ പതുക്കെ അത് നല്ലപോലെ നികത്തിയെടുത്തതും
അതിനുശേഷം അറിയാവുന്നവരുടെ അടുക്കൽ നിന്നൊക്കെ കടം വാങ്ങി അവിടെ ഒരു ഹോട്ടൽ തുടങ്ങിയതും ഹോട്ടലും താനും ഒന്നുപോലെ വളർന്നു വലുതായതുമൊക്കെ അയാൾ ഓർത്തു. ഹോട്ടലിൽ അയാൾക്കായി ഒരു മുറിയുണ്ടായിരുന്നു. അയാൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വേറെ ആർക്കും കൊടുക്കാത്ത മുറി. 106. പക്ഷേ ഇപ്പോൾ 106-ാമത്തെ മുറിയിൽ താമസിച്ചിട്ടെന്നല്ല, ഹോട്ടൽ തന്നെ കണ്ടിട്ട് എത്രയായി? വൃദ്ധൻ സംഭ്രമത്തോടെ ഓർത്തു. എത്രയായി? മാസങ്ങളോ കൊല്ലങ്ങളോ? അല്ല. വൃദ്ധൻ വളരെ നേരം അതുതന്നെ ഓർത്തു. മാസങ്ങളോ അല്ല. അടക്കാനാവാത്ത ഒരാഗ്രഹത്തിന് വശംവദനായി വൃദ്ധൻ പതുക്കെ പുറത്തേക്കിറങ്ങി. കാലുകൾ ഇടർന്നതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ അത് കൂട്ടാക്കാതെ വീട് ചുറ്റി വെളിയിലേക്ക് നടന്നു. ഗേറ്റിൽ കാവൽക്കാരൻ ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അയാളെ ശ്രദ്ധിക്കാതെ വൃദ്ധൻ ഒരു സ്വപ്നത്തിലെന്ന പോലെ റോഡിലേക്ക് കടന്നു. ഹോട്ടലിലേക്കുള്ള ദൂരം മുഴുവൻ നടക്കുവാൻ അയാൾക്ക് ഒരിക്കലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് വഴിക്ക് വെച്ച് ആദ്യം കണ്ട ടാക്സിയിൽ അയാൾ കയറി. ടാക്സിക്കാരനോട് ഹോട്ടലിലേക്ക് എന്നേ അയാൾ പറഞ്ഞുള്ളൂ. ഇന്ന ഹോട്ടലിലേക്ക് എന്ന് പറയുകയുണ്ടായില്ല. പക്ഷേ ടാക്സിക്കാരന് അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് അയാൾ വൃദ്ധനോട് വളരെ ഭവ്യതയിൽ പെരുമാറുകയും ചെയ്തു. ഹോട്ടലിന്റെ മുൻപിൽ റോഡിൽ കാർ നിർത്താതെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ലോബിക്ക് വെളിയിൽ നിർത്തിയ ശേഷം വൃദ്ധനെ കാറിൽ നിന്ന് ഇറങ്ങാൻ മാത്രമല്ല റിസപ്ഷനിലേക്ക് പോകാനും അയാൾ സഹായിച്ചു. റിസപ്ഷനിലെ ഉദ്യോഗസ്ഥന്മാർ വൃദ്ധനെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി. അവരിൽ ചിലരെങ്കിലും അയാളെ ആദ്യം കാണുകയായിരുന്നു. അയാളുടെ നിറപ്പകിട്ടാർന്ന ആദ്യകാല ജീവിതത്തെക്കുറിച്ചുള്ള കേട്ടറിവേ അവർക്കുണ്ടായിരുന്നുള്ളൂ. കാശിന് ചോദിക്കാതെ ഡ്രൈവർ തിരിച്ചു പോവുകയായിരുന്നു. വൃദ്ധൻ അയാളെ നിർത്തി. എന്നിട്ട് ചോദിച്ചു, ഇതെന്താ, നിങ്ങൾക്ക് കാശ് വേണ്ടേ? ഡ്രൈവർ വിനയത്തോടെ നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അയാൾ ഓർത്തു, ഒരുപക്ഷെ എന്നെങ്കിലും ഞാൻ ഇയാൾക്ക് കൂടുതൽ കാശ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം. വൃദ്ധൻ ഡ്രൈവറെ നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് അയാൾ മാനേജരോട് പറഞ്ഞു, അയാളുടെ കാശ് കൊടുക്ക്. വിശാലമായ ലോബിയുടെ ഒരു വശവും പഴയ പോർട്ടിക്കോയും കൂട്ടിച്ചേർത്തിട്ടായിരുന്നു ബാർ ഉണ്ടാക്കിയിരുന്നത്. അയാൾ അത് ആദ്യമായി കാണുകയായിരുന്നു. കുറെ നേരം അയാൾ അത് തന്നെ നോക്കി നിന്നു. അയാളുടെ അരികിൽ മാനേജർ ഉണ്ടായിരുന്നു. മാനേജർക്ക് അയാളോട് എന്തെങ്കിലും ചോദിക്കാൻ മടി മാത്രമല്ല ഭയവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ ഇടയ്ക്കിടെ സാർ സാർ എന്ന് പറയുക മാത്രം ചെയ്തു. വൃദ്ധൻ പിന്നീട് മാനേജരോട് പതുക്കെ ചോദിച്ചു, 106 ഒഴിഞ്ഞു കിടക്കുകയല്ലേ? മാനേജർ ഭവ്യതയോടെ പറഞ്ഞു, അതെ സാർ. നിങ്ങളിപ്പോൾ അത് ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? പക്ഷേ മാനേജർ എന്തെങ്കിലും പറയുന്നതിന് മുമ്പായി തന്നെ വൃദ്ധൻ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയപ്പോൾ അയാൾ എല്ലാ ജനാലകളും തുറന്ന് കർട്ടനുകൾ പകുത്തു മാറ്റിക്കുകയും AC ഓഫാക്കുകയും ചെയ്തു. മാനേജർ അപ്പോഴും അയാളുടെ അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വൃദ്ധൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അറിയിക്കാം. മാനേജർ അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ചോ മറ്റോ എന്തോ പറഞ്ഞെങ്കിലും അയാൾ അത് ശ്രദ്ധിക്കുകയുണ്ടായില്ല. കായലിന് അഭിമുഖമായി വരാന്തയിൽ അയാൾ ഇരുന്നു. വളരെ കാലമായി നിഷേധിക്കപ്പെട്ട ഒരു കളിക്കോപ്പ് തിരിച്ചു കിട്ടിയ ഒരു കുട്ടിയുടെ സന്തോഷമായിരുന്നു അപ്പോൾ അയാൾക്ക്. അയാൾ വളരെ നേരം പലതും ആലോചിച്ചുകൊണ്ടും എന്നാൽ പലപ്പോഴും ഒന്നും ആലോചിക്കാതെയും അവിടെ ഇരുന്നു. അനാരോഗ്യവും പ്രായവും പലപ്പോഴും അയാളുടെ ഓർമ്മയുടെ ഒഴുക്ക് മുറിച്ചു കളയുന്നുണ്ടായിരുന്നു. പട്ടണത്തിലെ ഏറ്റവും ശാന്തമായ ഒരു മൂലയിലായിരുന്നു ഹോട്ടൽ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കാണാവുന്ന ഒരു കടൽക്കാക്കയുടെ നിലവിളി, അല്ലെങ്കിൽ ഒരു ടഗിന്റെ സൈറൺ. ആകാശത്തിന്റെ മൗനത്തെ ഭേദിക്കാൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കായലിൽ നിന്ന് വരുന്ന സുഖകരമായ കാറ്റ് അയാൾക്ക് ഒരു പുതുജീവൻ നൽകി. എങ്കിലും ഓർമ്മിക്കാൻ കഴിയാത്തവയുടെ പിറകെ അയാളുടെ സന്തുഷ്ടമായ മനസ്സ് അലഞ്ഞു തിരിഞ്ഞില്ല. സന്ധ്യയ്ക്ക് അയാളുടെ മൂന്നാമത്തെ മകൻ വന്നു. മകൻ വലിയ ദേഷ്യത്തിലായിരുന്നു. പക്ഷേ വൃദ്ധൻ പൂർണ്ണമായും ശാന്തനായിരുന്നു. മകൻ കുറെ നേരം ഒന്നും പറയാതെ അച്ഛന്റെ മുമ്പിൽ നിന്നു. സത്യത്തിൽ മകന്റെ സാന്നിധ്യം തന്നെ ഭീഷണമായ ഒരു അനുഭവമാകേണ്ടതായിരുന്നു. പക്ഷേ വൃദ്ധൻ ഇന്ന് എന്തുകൊണ്ടോ അതൊരു തമാശയായേ എടുത്തുള്ളൂ. ഒടുവിൽ മകൻ മൗനം ഭേദിച്ചു. അച്ഛൻ എന്താണ് ഈ കാണിച്ചത്? ആരോടും പറയാതെ. അയാൾ പൂർത്തിയാക്കുന്നതിന് മുമ്പായി വൃദ്ധൻ പറഞ്ഞു, നീ ഇപ്പോൾ പോയിക്കോളൂ. മകൻ എന്തോ പറയാൻ തുനിഞ്ഞപ്പോൾ വൃദ്ധൻ പറഞ്ഞു, വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇപ്പോൾ പോയിക്കോളൂ. ഞാനിവിടെ സ്ഥിരമായി താമസിക്കാനൊന്നും വന്നതല്ല. ഞാൻ വീട്ടിലേക്ക് വരും. പക്ഷേ എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നീ. അയാൾ മകനെ പതുക്കെ വരാന്തയിലേക്ക് നയിച്ചു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, പൊയ്ക്കോളൂ. മകന് അപ്പോൾ ദേഷ്യത്തെക്കാൾ അത്ഭുതമാണ് ഉണ്ടായത്. എങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെ ഉറച്ച്? അയാൾ പതുക്കെ നടക്കാൻ തുടങ്ങിയതായിരുന്നു. അപ്പോൾ വൃദ്ധൻ വീണ്ടും പറഞ്ഞു, നിനക്ക് ഒരു കാര്യമുണ്ട്. നിന്റെ അമ്മയോടും
സഹോദരന്മാരോടുമൊക്കെ എനിക്കിവിടെ സുഖമാണെന്ന് പറയണം. പിന്നെ ഞാൻ അവരെ അന്വേഷിച്ചതായും. പിന്നെ നാളെ രാവിലെ എനിക്ക് പല്ല് തേക്കാനും ഷേവ് ചെയ്യാനും കുളിച്ചാൽ മാറ്റാനുമുള്ളതുമൊക്കെ ഇവിടെ എത്തിക്കണം. നീ തന്നെ വരണമെന്നില്ല. ആരുടെ വശമെങ്കിലും കൊടുത്തയച്ചാൽ മതി. സംശയിച്ചു നിന്ന മകനോട് അയാൾ പിന്നീട് പറഞ്ഞു. ശരി. അത് പോകാനുള്ള ഒരു കൽപ്പന പോലെയായിരുന്നു. മകൻ പോയപ്പോൾ അയാൾ മുറിയിലേക്ക് വന്ന് കതക് ചാരി. ആദ്യം വൃദ്ധന് പലതും ഓർത്ത് ചിരിക്കാനാണ് തോന്നിയത്. അയാൾ ചിരിക്കുകയും ചെയ്തു. പക്ഷേ വളരെ വേഗം അയാളുടെ ചിരി കരച്ചിലായി മാറി. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുഃഖത്തിന്റെ വലിയ ഒരു കട്ടിപ്പുതപ്പ് അയാളെ അടി മുതൽ മുടി വരെ മൂടിക്കളഞ്ഞു. രാത്രി അയാൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. സമയം നീങ്ങിപ്പോകുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. ഒരു കാലത്ത് ആർക്കും കൊടുക്കാതെ അയാൾക്ക് വേണ്ടി മാത്രമായി നീക്കിവെച്ചിരുന്ന ആ മുറിയിൽ സന്തോഷപൂർവ്വം ഉറങ്ങാമെന്നായിരുന്നു അയാൾ കരുതിയിരുന്നത്. പക്ഷേ അയാളുടെ വിചാരം തെറ്റായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. രാത്രി എപ്പോഴോ അവിചാരിതമായ ഒരു ശബ്ദം കേട്ട് അയാൾ ഞെട്ടി എഴുന്നേറ്റു. ജനലരികിൽ ചെന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ താഴെ റോഡിലൂടെ ഏതാനും കാളവണ്ടികൾ പോകുന്നതാണ് കണ്ടത്. വണ്ടിയുടെ ചക്രങ്ങളിൽ പതിച്ച ഇരുമ്പ് ചട്ടകൾ നിരത്തിലുരസി വല്ലാത്ത ഒരു ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. കാളകളുടെ കഴുത്തിൽ മണിയുണ്ടായിരുന്നില്ല. വണ്ടിയിൽ ഭാരവും ഉണ്ടായിരുന്നില്ല. ക്ഷീണിച്ച കാളകളുടെ പള്ളകളിൽ വാരിയെല്ലുകൾ എഴുന്നു നിൽക്കുന്നത് ഹോട്ടലിന്റെ മുമ്പിലെ മെർക്കുറി വെളിച്ചത്തിൽ അയാൾ വ്യക്തമായി കണ്ടു. പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അയാൾ ഓർത്തു, അറക്കാൻ കൊണ്ടുപോകുന്നതായിരിക്കുമോ? അയാൾ ജനലരികിൽ നിന്ന് പതുക്കെ കട്ടിലിലേക്ക് തിരിച്ചു വന്നു. അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ ഉണ്ടായിരുന്നു. വൃദ്ധൻ നീണ്ടു നിവർന്ന് കട്ടിലിൽ കിടന്നു. പിന്നീട് വൃദ്ധൻ തന്നെ ഒരു നിരത്തായി മാറുകയും നിരത്തിലൂടെ ക്ഷീണിച്ച കാളകൾ പതുക്കെ ഒന്നിനു പിറകെ മറ്റൊന്നായി അറവുശാലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്തു.